നമസ്കാരം. പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്സ് ആണ് എടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിലെ നമ്മുടെ ലാസ്റ്റ് മൊഡ്യൂളാണ് ഇന്ന് എടുക്കുന്നത്. ലാസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് 6ാമത്തെ മൊഡ്യൂളായിട്ടുള്ള ക്യാമ്പയിൻ എഗെയിൻസ്റ്റ് ആൽക്കഹോളിസം, ആ ഒരു മൊഡ്യൂളാണ് ഇന്ന് എടുക്കുന്നത്. അപ്പോൾ ഇതോട് കൂടിയിട്ട് നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ള 6 മൊഡ്യൂൾ ഇതോട് കൂടിയിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. പിന്നെ നമുക്ക് എക്സ്ട്രാ ഒരു 2 മാർക്കിൻ്റെ IT ആക്ട് കൂടി പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ 20 മാർക്ക് സ്പെഷ്യൽ ടോപ്പിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് പഠിക്കുക. നമുക്കല്ലേ ആദ്യം എടുത്ത മൊഡ്യൂളുകളൊക്കെ പല ആൾക്കാരും മറന്നു പോയിട്ടുണ്ടാവും. അപ്പം ഞാൻ ക്ലാസ് കാണുന്ന സമയത്തേ പറയാറുണ്ട്, എല്ലാതും എന്ത് ചെയ്യണം, ക്ലാസ് കാണുമ്പോൾ തന്നെ ഒരു ഷോർട്ട് നോട്ടായിട്ട് എഴുതി ശീലിക്കുക. അത് ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യാം, റിവൈസിൽ കൊണ്ടുവരാം. ഓക്കെ, ഓരോ 2 ദിവസം കൂടുമ്പോഴും അല്ലെങ്കിൽ ഒരാഴ്ച കൂടുമ്പോഴൊക്കെ എന്ത് ചെയ്യുക, റിവൈസ് ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ പരീക്ഷ ആകുമ്പോഴത്തേക്ക് നമുക്കത് എന്ത് ചെയ്യും, ഒന്നും മറക്കാതിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ ഇത് നിങ്ങൾ രണ്ടാമതും വീണ്ടും പഠിക്കേണ്ട രീതിയിലേക്ക് പോകും. അപ്പോൾ എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലാസ് കാണുമ്പോൾ തന്നെ ഓരോ ഷോർട്ട് നോട്ടായിട്ട് എഴുതി പഠിക്കുക. അതിങ്ങനെ 2 ദിവസം 3 ദിവസം കൂടുമ്പോൾ ഒക്കെ എന്ത് ചെയ്യുക, റിവൈസിൽ കൊണ്ടുവരാം. അപ്പോൾ പല കാര്യങ്ങളും നമുക്കവിടെ ആക്റ്റുകൾ പഠിക്കാനുണ്ട്, അതുപോലെ തന്നെ ഓരോ ശിക്ഷകളും അതിൻ്റെ പിഴകളും ഒക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ അതൊന്നും പരസ്പരം ഒന്നും മാറിപ്പോകരുത്. നമുക്കൊരു 20 മാർക്കിൽ ഒരു 10 മുതൽ 15 വരെ മാർക്ക് നേടിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ക്ലാസ്സുകളാണ് ഇപ്പോൾ മുഴുവനായിട്ടും തന്നിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. കിട്ടുന്ന മാർക്കുകൾ അല്ലെങ്കിൽ നമുക്ക് കിട്ടാൻ വിധിച്ചിട്ടുള്ള മാർക്കുകൾ നമ്മുടെ കയ്യിൽ നിന്ന് പോകാതിരിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അതിന് വേണ്ടത് എന്താണ്, കൃത്യമായിട്ട് റിവൈസ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിലും പഠിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, ഏത് സമയത്ത് നമ്മളോട് ചോദിച്ചാലും കിട്ടുന്ന രീതിയിലായിരിക്കണം. അപ്പം അതിന് വേണ്ടത് എന്താണ്, കൃത്യമായിട്ടുള്ളൊരു പഠനമാണ്. അതെന്ത് ചെയ്യണം, ഓരോ ആഴ്ച കൂടുമ്പോഴോ അല്ലെങ്കിൽ 2 ദിവസം 3 ദിവസം കൂടുമ്പോൾ റിവൈസിൽ കൊണ്ടുവന്നുകൊണ്ടിരിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സിലോട്ട് കിടക്കാം. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്, നമ്മൾ പഠിച്ചില്ല ഇത്രയും കാലം പഠിച്ചത് എന്ന് പറയുന്നത് എന്താണ്, അല്ലേ, മദ്യവും മറ്റ് ലഹരി വസ്തുക്കളുടെയൊക്കെ ഉപയോഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓരോരോ ആക്റ്റുകളും കാര്യങ്ങളൊക്കെയാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെ ഈ മദ്യത്തിൻ്റെയും ലഹരിയുടെയൊക്കെ ഉപയോഗം ദിനംപ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തല്ലേ, നമുക്കറിയാം ഓരോരോ ജനങ്ങളും ഇതിന് അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള അഡിക്ഷനിൽ നിന്ന് അവരെ മോചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കേരള സർക്കാർ ഒരുപാട് പദ്ധതികൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിലുള്ള ഈ ഒരു ക്യാമ്പയിൻ അല്ലേ, എന്തിനെതിരായിട്ട്, ആൽക്കഹോളിസത്തിനെതിരായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പം അതിലുള്ള പ്രധാന പദ്ധതികളാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ദെൻ ഫസ്റ്റ് അല്ലേ, ഏതാണ്, സുബോധത്തെ കുറിച്ചിട്ടാണ് നമുക്ക് ആദ്യം പഠിക്കാനുള്ളത്. സുബോധം അല്ലേ, 2015 നമ്മുടെ ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിലിരിക്കുന്ന സമയത്താണ് ഈ ഒരു പദ്ധതി കൊണ്ടുവരുന്നത്. ഏതാണ് സുബോധം എന്ന് പറയുന്നത്. എന്താണ് ഈ ഒരു പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓരോ വർഷവും 1 ലക്ഷം പേരെ മയക്കുമരുന്നിൻ്റെയും മദ്യത്തിൻ്റെയും പിടിയിൽ നിന്ന് മോചിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ട് ആരംഭിച്ച പദ്ധതിയാണ് ഏത്, സുബോധം എന്ന് പറയുന്നത്. ഓർത്തു വെച്ചേക്കണം, ഏതാ വർഷം ചോദിക്കാറുണ്ട്, 2015 അപ്പോൾ സുബോധം ഏത് വർഷമാണ്, 2015 കൊണ്ടുവന്നിട്ടുള്ളത്. ഉമ്മൻചാണ്ടി സർക്കാരാണ്. എന്തിനു വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ്, ഓരോ വർഷവും അല്ലേ, ഓരോ വർഷവും 1 ലക്ഷം പേരെ, എന്താണ്, ഓരോ വർഷവും 1 ലക്ഷം പേരെ ഈ ഒരു മയക്കുമരുന്നിൻ്റെയും അതുപോലെ തന്നെ മദ്യത്തിൻ്റെയും ഒക്കെ ആ ഒരു അഡിക്ഷനിൽ നിന്ന് അവരെ മോചിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി നമ്മുടെ കേരള സർക്കാർ ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ് ഏത്, സുബോധം എന്ന് പറയുന്നത്. ദെൻ അടുത്തത് യോദ്ധാവാണ്. യോദ്ധാവും സെയിം അല്ലേ, ഒരേ ലക്ഷ്യത്തോടു കൂടി കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഇതുപോലെ തന്നെ മയക്കുമരുന്നിൻ്റെയും അതിൻ്റെ വിപണനവും ഉപയോഗമൊക്കെ തടയുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ സംസ്ഥാന പോലീസ് വകുപ്പ് ആരംഭിച്ചിട്ടുള്ളൊരു പദ്ധതിയാണ് ഏത്, യോദ്ധാവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആരാണ്, പോലീസ് വകുപ്പ് കൊണ്ടുവന്നിട്ടുള്ളതാണ്, അല്ലെങ്കിൽ അവരാണ് ഇതിൻ്റെ നടത്തിപ്പ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ്, മയക്കുമരുന്നിൻ്റെ വിപണനവും അതുപോലെ തന്നെ അതിൻ്റെ ഉപയോഗമൊക്കെ തടയുന്നതിന് വേണ്ടിയിട്ട് പോലീസ് വകുപ്പ് ആരംഭിച്ചിട്ടുള്ളൊരു പദ്ധതിയാണ് ഏത്, യോദ്ധാവ് എന്ന് പറയുന്നത്. അതുപോലെ ഇവിടെ ഓർത്തിരിക്കേണ്ടത്, യോദ്ധാവ് എന്ന പേരിലൊരു മൊബൈൽ ആപ്ലിക്കേഷനും ഉണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കണം. യോദ്ധാവ് എന്ന പേരിലുള്ള ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ ഇതേ ഒരു ലക്ഷ്യത്തോട് കൂടി കൊണ്ടുവന്നിട്ടുള്ളതാണ്. അതായത് ഇങ്ങനെയുള്ള മയക്കുമരുന്നിൻ്റെ ഒക്കെ ഉപയോഗമൊക്കെ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇങ്ങനത്തെ ലഹരികളുടെയൊക്കെ ഉപയോഗമൊക്കെ എവിടെയെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് രഹസ്യമായിട്ട് ആ ഒരു വിവരം നൽകുന്നതിന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളൊരു മൊബൈൽ ആപ്ലിക്കേഷനാണ് ഇത് യോദ്ധാവ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതും ഇതിൻ്റെ കൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഇനി നമുക്ക് ഓർത്തിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ടതാണ് വിമുക്തി എന്ന് പറയുന്നത്. ഇതിൽ നിന്നാണ് മിക്കവാറും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത്, വിമുക്തി മിഷൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ വിമുക്തി മിഷൻ എന്തിനു വേണ്ടി കൊണ്ടുവന്നതാണ്, എന്തിനു വേണ്ടിയിട്ടാണ്, ഇതുപോലെ തന്നെ അല്ലേ, മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഒക്കെ ഉപയോഗം പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് കേരള സർക്കാർ ആരംഭിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് ഏത്, വിമുക്തി എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്, മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഒക്കെ ഉപയോഗം പൂർണ്ണമായിട്ട് ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ട് കേരള സർക്കാർ ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ് ഏത്, വിമുക്തി എന്ന് പറയുന്നത്. എന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത് എന്ന് ചോദിച്ചാൽ 2016 നവംബർ 20 കേട്ടോ. ഇതൊന്ന് പഠിച്ചു വെച്ചേക്കണം, മാസവും ഡേറ്റും ഒക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കണം. കാരണം വിമുക്തിയിൽ നിന്ന് എപ്പോഴും ഒരു ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ നന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇത് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്നാണ് ഇത് കൊണ്ടുവന്നത്, 2016 അല്ലേ. 2016 ആരാണ്,
സർക്കാർ ആരായിരുന്നു അല്ലേ? പിണറായിയാണ്. അപ്പൊ അതും കൂടി ഓർത്ത് വെച്ചേക്കുക. പിണറായി വിജയനാണ് ആ സമയത്ത് മുഖ്യമന്ത്രി എന്ന് പറയുന്നത്. അപ്പോൾ 2016 നവംബർ 20-നാണ് ഈ ഒരു പദ്ധതി അല്ലെങ്കിൽ വിമുക്തി മിഷൻ കൊണ്ടുവരുന്നത്. ഓക്കെ, എന്നാണ് 2016 നവംബർ 20 നവംബർ 20 ഇനി ഇതിന്റെ അംബാസിഡർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സച്ചിൻ ടെണ്ടുൽക്കർ ആണ്. ഓക്കെ, അപ്പൊ ചോദിക്കാം വിമുക്തി മിഷന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണെന്ന് ചോദിച്ചാൽ അതാരാണ്? അത് സച്ചിൻ ടെണ്ടുൽക്കർ ആണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കേണ്ട ഒരു ടോൾ ഫ്രീ നമ്പർ ഉണ്ട്. അതായത് ഇതുമായി ബന്ധപ്പെട്ടില്ലേ നമ്മളെ ഈ മദ്യവും മയക്കുമരുന്നിന്റെ ഒക്കെ അഡിക്ഷനിൽ പെട്ട് കഴിഞ്ഞാൽ ഇതിന്റെ കൗൺസിലിങ്ങിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു ടോൾ ഫ്രീ നമ്പർ ആയിട്ടുള്ള 14405 അല്ലെ, എന്താണ് 14405 എന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിന്റെ ഒരു കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ ഇതിലൂടെ ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. അപ്പൊ അതും കൂടി ഓർത്ത് വെച്ചേക്കുക. വിമുക്തി മിഷന്റെ ടോൾ ഫ്രീ നമ്പർ ഏതാന്ന് ചോദിച്ചാൽ അത് ഏതാണ്? 14405 ആണ്. ഓർത്ത് വെച്ചേക്കുക 14405. ഓക്കെ, ഇനി നമുക്ക് ഓർത്തിരിക്കേണ്ടത് ഈ വിമുക്തി മിഷന്റെ ഘടനയാണ്. ഇതിൽ നിന്നാണ് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇത് കൃത്യമായിട്ട് തെറ്റാതെ പഠിച്ചിരിക്കണം. ഓക്കെ, ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മാർക്ക് ഇതിൽ നിന്ന് ഷുവറായിട്ട് നേടാൻ പറ്റുന്നതാണ്. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു വിമുക്തി മിഷന്റെ ഘടന അല്ലെങ്കിൽ അവരുടെ ആ ഒരു കാര്യങ്ങളൊക്കെ ഏതൊക്കെ രീതിയിലാണ് നടന്നു പോകുന്നത് എന്നാണ് നമുക്ക് നോക്കാനുള്ളത്. ഇതിൽ ഇവരുടെ ഘടന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഉയർന്ന സ്ഥാനത്ത് നിൽക്കുന്നത് ഭരണസമിതിയാണ്. ഓക്കെ, അപ്പൊ വിമുക്തി മിഷന്റെ ഘടനയിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് എന്താണ്? ഭരണസമിതിയാണ് അല്ലെ. അപ്പോൾ ഈ ഭരണസമിതിയിൽ 3 ആൾക്കാരെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആരൊക്കെയാണ്? ഈ വിമുക്തി മിഷന്റെ ചെയർമാൻ ഉണ്ട്, അതുപോലെ തന്നെ വൈസ് ചെയർമാൻ ഉണ്ട്, അതുപോലെ കൺവീനർ. ഇത് 3ഉം ചോദിക്കാറുള്ളതാണ്. അപ്പൊ ചോദിക്കും വിമുക്തി മിഷന്റെ ഭരണസമിതിയിലെ ചെയർമാൻ ആര് എന്ന് ചോദിച്ചാൽ അത് ആരാണ്? അത് നമ്മുടെ മുഖ്യമന്ത്രിയാണ്. ഓർത്ത് വെച്ചേക്കണം. വിമുക്തി മിഷന്റെ ഭരണസമിതി ഓർത്ത് വെച്ചേക്കണം. പലപ്പോഴും തെറ്റുന്നത് എവിടെയാണ്? ഈ ഭരണസമിതി എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും തമ്മിൽ പരസ്പരം മാറിപ്പോകും. ഓക്കെ, അപ്പൊ തെറ്റരുത്. ഭരണസമിതി അല്ലെങ്കിൽ ഗവേണിംഗ് കൗൺസിൽ എന്ന് പറയും. ഇനി അങ്ങനെയും ഓർത്ത് വെച്ചേക്കാം. അല്ലെങ്കിൽ ഗവേണിംഗ് ബോഡി എന്ന് പറയും. അതൊക്കെ പറയുന്നത് എന്തിനെയാണ്? ഭരണസമിതിയാണ്. അപ്പൊ വിമുക്തി മിഷന്റെ ഭരണസമിതിയുടെ ചെയർമാൻ എന്ന് ചോദിച്ചാൽ അതാരാണ്? അത് മുഖ്യമന്ത്രിയാണ് അല്ലെ. അപ്പൊ നിലവിൽ ആരാ മുഖ്യമന്ത്രി? ആരാണല്ലേ? പിണറായി വിജയനാണ്. അപ്പൊ വേണമെങ്കിൽ അങ്ങനെ ചോദിക്കാം. അപ്പം വിമുക്തി മിഷന്റെ ഭരണസമിതിയിലെ ചെയർമാൻ എന്ന് പറയുന്നത് ആരാണ്? മുഖ്യമന്ത്രിയാണ്. ഇനി അതിന്റെ വൈസ് ചെയർമാൻ എന്ന് പറയുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അത് എക്സൈസ് വകുപ്പ് മന്ത്രിയാണ്. ഓക്കെ, ഏതാണ്? എക്സൈസ് വകുപ്പ് മന്ത്രിയാണ് അതിന്റെ വൈസ് ചെയർമാൻ എന്ന് പറയുന്നത് അല്ലെ. നിലവിൽ എക്സൈസ് വകുപ്പ് മന്ത്രി ആരാണ്? MP രാജേഷ് ആണ് അല്ലെ. അതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കണം. അതൊക്കെ ചോദിക്കാം. ഓക്കെ, MP രാജേഷ് ആണ് നിലവില് എക്സൈസ് വകുപ്പ് മന്ത്രി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ചെയർമാൻ എന്ന് പറയുന്നത് ആരാണ്? ചെയർമാൻ എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയാണ്. വൈസ് ചെയർമാൻ എന്ന് പറയുന്നതാണ് എക്സൈസ് വകുപ്പ് മന്ത്രി. ഇനി കൺവീനർ എന്ന് പറയുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അത് ഗവൺമെന്റ് സെക്രട്ടറി ആണ് കേട്ടോ. അപ്പൊ അതും കൂടി ഓർത്ത് വെച്ചേക്കുക. കൺവീനർ എന്ന് പറയുന്നത് ആരാണ്? ഗവൺമെന്റ് സെക്രട്ടറി ആണ്. ഓക്കെ, അപ്പൊ ഭരണസമിതിയിലെ ഈ 3 പേരെയും ഒന്ന് പഠിച്ചു വെച്ചേക്കണം. അപ്പൊ വിമുക്തി മിഷന്റെ ഭരണസമിതിയിലെ ചെയർമാൻ എന്ന് ചോദിച്ചാൽ അത് മുഖ്യമന്ത്രിയാണ്. വൈസ് ചെയർമാൻ എന്ന് ചോദിച്ചാൽ അതാരാണ്? എക്സൈസ് വകുപ്പ് മന്ത്രിയാണ്. അതുപോലെ കൺവീനർ എന്ന് പറയുന്നത് ഗവൺമെന്റ് സെക്രട്ടറിയാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇതിന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് അല്ലെ. അല്ലെങ്കിൽ ഇതിന്റെ നമുക്ക് ഈ ഒരു വിമുക്തി മിഷന്റെ കാര്യനിർവഹണ വിഭാഗം എന്ന് പറയും. ഓക്കെ, ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റി തന്നെ നമുക്ക് വിവിധ ഭാഗങ്ങളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതായത് സംസ്ഥാന തലത്തിലുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ജില്ലാ തലത്തിൽ വരുന്നുണ്ട്, പിന്നെ അതിന്റെ താഴെത്തട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ തദ്ദേശ സ്വയംഭരണ വകുപ്പുകൾ വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു രീതിയിലാണ് ഇതിന്റെ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി എന്ന് പറയുന്നത് അല്ലെ, അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്ന വിഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ സംസ്ഥാന തലത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ വിമുക്തി മിഷന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ സംസ്ഥാന തലത്തിന്റെ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാൽ അത് എക്സൈസ് വകുപ്പ് മന്ത്രിയാണ്. ഓർത്ത് വെച്ചേക്കണം, മാറരുത്. എക്സിക്യൂട്ടീവ് വിഭാഗത്തിന്റെയാണ് കേട്ടോ. അല്ലെങ്കിൽ സംസ്ഥാന തലത്തിലെ എക്സിക്യൂട്ടീവ് വിഭാഗത്തിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് എക്സൈസ് വകുപ്പ് മന്ത്രിയാണ്. ഇനി ഭരണതലം എന്ന് പറഞ്ഞാൽ അതാരാണ് അല്ലെ? ഭരണത്തിൽ നിൽക്കുന്നത് ആരാണ് അല്ലെ? മുഖ്യമന്ത്രിയാണ്. അപ്പൊ അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ഭരണതലത്തിലെ ചെയർമാൻ എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയാണ്. എന്നാൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ സംസ്ഥാന തലത്തിലെ ചെയർമാൻ എന്ന് പറയുന്നത് ആരാണ്? എക്സൈസ് വകുപ്പ് മന്ത്രിയാണ്. ഇനി വൈസ് ചെയർമാൻ എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ അഡീഷണൽ സെക്രട്ടറി ആണ് കേട്ടോ. അപ്പൊ ഇവിടെ സംസ്ഥാന തലത്തിൽ വൈസ് ചെയർമാൻ എന്ന് പറയുന്നത് ആരാണ്? ഗവൺമെന്റിന്റെ അഡീഷണൽ സെക്രട്ടറി ആണ്. ഇനി ഇവിടെ കൺവീനർ എന്ന് പറയുന്നത് എക്സൈസ് കമ്മീഷണർ ആണ്. ആരാണ് കൺവീനർ എന്ന് പറയുന്നത്? ആരാണ്? എക്സൈസ് കമ്മീഷണർ ആണ്. ഇവിടെ ഓർത്ത് വെച്ചേക്കുക, നിലവിലെ എക്സൈസ് കമ്മീഷണർ എന്ന് പറയുന്നത് മഹിപാൽ യാദവ് ആണ് കേട്ടോ. ആരാണ്? മഹിപാൽ യാദവ്. അതൊന്ന് പഠിച്ചു വെച്ചേക്കുക. മഹിപാൽ യാദവ് IPS ആണ്. മഹിപാൽ യാദവ് ആണ് നിലവിലെ എക്സൈസ് കമ്മീഷണർ എന്ന് പറയുന്നത്. അദ്ദേഹമാണ് ഈ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ സംസ്ഥാന തലത്തിന്റെ കൺവീനർ എന്ന് പറയുന്നത് കേട്ടോ. പഠിച്ചു വെച്ചേക്കണം, ചോദിക്കും.
ഓക്കെ, ഇനി സ്റ്റേറ്റ് കോർഡിനേറ്റർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ CEO ആണ് കേട്ടോ. അതായത് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ് ഇതിന്റെ സ്റ്റേറ്റ് കോർഡിനേറ്റർ എന്ന് പറയുന്നത്. അതൊന്നും അത്ര വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. ഈ 3 പേരെയും നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്ത് വെച്ചേക്കണം. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ ചെയർമാൻ എന്ന് പറയുന്നത് ആരാണ് ചോദിച്ചാൽ അത് എക്സൈസ് വകുപ്പ് മന്ത്രിയാണ്, സംസ്ഥാന തലമാണെന്ന് ഓർത്ത് വെക്കണം. അതുപോലെ വൈസ് ചെയർമാൻ എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ അഡീഷണൽ സെക്രട്ടറിയാണ്. അതുപോലെ കൺവീനർ എന്ന് പറയുന്നത് ആരാണ്, എക്സൈസ് കമ്മീഷണർ ആണ്. ഓക്കെ, നിലവിൽ ആരാണ്, മഹിപാൽ യാദവ് ആണ്. ഇനി സംസ്ഥാനത്തിൽ നിന്ന് താഴത്തോട്ട് വരുന്ന സമയത്ത് ഏതാണ്, ജില്ലാ തലമാണ് അല്ലേ. അപ്പൊ സംസ്ഥാന തലം കഴിഞ്ഞാൽ അടുത്തത് എന്താണ്, ജില്ലാ തലമാണ്. അപ്പൊ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ജില്ലാ തലത്തിൽ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാരാണ്, അത് നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് വരുന്നത് കേട്ടോ. ഓർത്തു വെച്ചേക്കുക, ജില്ലാ തലത്തിൽ അതിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് ആരാണ്, ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിരിക്കും അതിന്റെ ചെയർമാൻ എന്ന് പറയുന്നത്. ഇനി വൈസ് ചെയർമാൻ എന്ന് പറയുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ കോർപ്പറേഷൻ ആണെങ്കിൽ കോർപ്പറേഷൻ മേയർ ആയിരിക്കും, അല്ലെങ്കിൽ അത് മുനിസിപ്പാലിറ്റി ആണെങ്കിൽ മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ ആയിരിക്കും കേട്ടോ. അപ്പോൾ വൈസ് ചെയർമാൻ എന്ന് പറയുന്നത് ജില്ലാ തലത്തിൽ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ ജില്ലാ തലത്തിൽ വൈസ് ചെയർമാൻ എന്ന് പറയുന്നത് കോർപ്പറേഷൻ മേയർ അല്ലെങ്കിൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ ആയിരിക്കും. ചെയർമാൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കും. ഇനി ഇവിടെ കൺവീനർ ആയിട്ട് അല്ലെങ്കിൽ ജില്ലാ തലത്തിലെ കൺവീനർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ജില്ലാ കളക്ടർ ആണ് കേട്ടോ. അത് ഓർത്ത് വെച്ചേക്കണം, ചോദിക്കുന്നതാണ്. ജില്ലാ തലത്തിൽ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ ജില്ലാ തലത്തിലെ കൺവീനർ ആരാണെന്ന് ചോദിച്ചാൽ അതാരാണ്, ജില്ലാ കളക്ടർ ആണ്. ഓക്കെ, ഇനി ജോയിന്റ് കൺവീനർ എന്ന് പറയുന്നത് നമ്മുടെ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ ആണ് കേട്ടോ. അപ്പൊ അതൊന്നും അത്ര വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. ഈ മൂന്ന് പേരാണ് എപ്പോഴും ചോദിക്കാറുള്ളത്. ജില്ലാ തലമാണെങ്കിലും സംസ്ഥാന തലമാണെങ്കിലും ചെയർമാനെയും വൈസ് ചെയർമാനെയും കൺവീനറെയും ഈ 3 പേര് നിങ്ങൾ ഓർത്ത് വെച്ചേക്കണം. ഓക്കെ, അപ്പൊ ജില്ലാ തലത്തിൽ ചെയർമാൻ എന്ന് പറയുന്നത് ആരാണ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കും. വൈസ് ചെയർമാൻ എന്ന് പറയുന്നത് നമ്മുടെ കോർപ്പറേഷൻ ആണെങ്കിൽ കോർപ്പറേഷൻ മേയർ ആയിരിക്കും, മുനിസിപ്പാലിറ്റി ആണെങ്കിൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ ആയിരിക്കും. ഇനി കൺവീനർ എന്ന് പറയുന്നത് ആരാണ്, ജില്ലാ കളക്ടർ ആണ്. ഇനി താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താണ് വരുന്നത്, ജില്ല കഴിഞ്ഞാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് അല്ലേ. അവിടെ ചെയർമാൻ എന്ന് പറയുന്നത് ആരായിരിക്കും, അവിടുത്തെ പ്രസിഡന്റ് ആയിരിക്കും. അതുപോലെ തന്നെ കൺവീനർ എന്ന് പറയുന്നത് സെക്രട്ടറി ആയിരിക്കും. ഓക്കെ, ഇതൊന്നും വലിയ കുഴപ്പമുള്ള കാര്യങ്ങളല്ല. എപ്പോഴും ചോദിക്കാറുള്ളത് ഈ ഒരു മുകളിലുള്ള നമ്മുടെ സംസ്ഥാന തലത്തിലെയും അതുപോലെ തന്നെ ജില്ലാ തലത്തിലെയും അതുപോലെ ഭരണസമിതിയിലെ കാര്യങ്ങളാണ് ചോദിക്കാറുള്ളത്. പിന്നെ താഴത്തോട്ടൊക്കെ പോകുന്ന സമയത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപന തലം ഉണ്ട്, അതുപോലെ വാർഡ് തലമൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെയൊക്കെ ചെയർമാൻ എന്ന് പറയുന്നത് ആരാണ്, പ്രസിഡന്റ് ആണ്. അതുപോലെ കൺവീനർ എന്ന് പറയുന്നത് ആരാണ്, സെക്രട്ടറി ആണ്. ഓക്കെ, ഇതാണ് ഇവരുടെ അല്ലെങ്കിൽ വിമുക്തി മിഷന്റെ ഘടന എന്ന് പറയുന്നത്. അപ്പൊ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഏതാണ്, ഈ ഒരു ഭരണസമിതിയും അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ സംസ്ഥാന തലവും ജില്ലാ തലവുമാണ്. അപ്പൊ ഭരണസമിതിയാണ് എപ്പോഴും ചോദിക്കുന്നത്. ഭരണസമിതിയുടെ ചെയർമാൻ ആരാണ്, അത് മുഖ്യമന്ത്രിയാണ്. വൈസ് ചെയർമാൻ ആണെങ്കിൽ അത് എക്സൈസ് വകുപ്പ് മന്ത്രിയാണ്. കൺവീനർ ആണെങ്കിൽ ഗവൺമെന്റിന്റെ സെക്രട്ടറി ആയിരിക്കും. ഓക്കെ, ഇനി എക്സിക്യൂട്ടീവ് കമ്മിറ്റി ആണെങ്കിൽ തന്നെ അത് എങ്ങനെയൊക്കെയുണ്ട്, സംസ്ഥാന തലത്തിൽ വരുന്നുണ്ട്, ജില്ലാ തലത്തിൽ വരുന്നുണ്ട്, അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ തലത്തിലോട്ടൊക്കെ വരുന്നുണ്ട്. ഇനി എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ സംസ്ഥാന തലത്തിന്റെ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എക്സൈസ് വകുപ്പ് മന്ത്രി ആയിരിക്കും അതിന്റെ ചെയർമാൻ. വൈസ് ചെയർമാൻ ആണെങ്കിൽ ഗവൺമെന്റിന്റെ അഡീഷണൽ സെക്രട്ടറി ആയിരിക്കും. കൺവീനർ ആണെങ്കിൽ ആരാണ്, എക്സൈസ് കമ്മീഷണർ ആയിരിക്കും. ഓർത്ത് വെച്ചേക്കണം. പിന്നെ ജില്ലാ തലത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാൽ അത് പ്രസിഡന്റ് ആണ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കും. വൈസ് ചെയർമാൻ എന്ന് പറയുന്നത് കോർപ്പറേഷൻ ആണെങ്കിൽ മേയറും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റി ആണെങ്കിൽ അവിടെ ആരാണ്, ചെയർപേഴ്സണും ആയിരിക്കും. കൺവീനർ എന്ന് പറയുന്നതാണ് ആര്, ജില്ലാ കളക്ടർ എന്ന് പറയുന്നത് കേട്ടോ. ഓർത്ത് വെച്ചേക്കണം, ഇതൊക്കെ ചോദിക്കാം. ജില്ലാ കളക്ടർ എന്ന് പറയുന്നത് ആരാണ്, ജില്ലാ തലത്തിലെ അതിന്റെ കൺവീനർ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ വിമുക്തി മിഷന്റെ ഘടന എന്ന് പറയുന്നത്. ഇത് എന്തായാലും നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം. ഇതിനൊരു മാർക്ക് ഷുവർ ആയിട്ടും ചോദിക്കുന്നതാണ്. ഇനി നമുക്ക് നോക്കാനായിട്ടുള്ളത് നമ്മുടെ ഭരണഘടനയിലെ കുറച്ച് കാര്യങ്ങൾ, ഈ മദ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള 2 പോയിന്റുകൾ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഒന്നാമത്തേത് മദ്യനിരോധനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്, ആർട്ടിക്കിൾ 47 ആണ് അല്ലേ. അപ്പൊ മദ്യനിരോധനത്തെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ആണ് ഇത്, ആർട്ടിക്കിൾ 47 എന്ന് പറയുന്നത്. ഇത് ചോദിക്കുന്നതാണ് കേട്ടോ, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. മദ്യനിരോധനവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്, ആർട്ടിക്കിൾ 47 ആണ്. ഓർത്ത് വെച്ചേക്കണം. അതുപോലെ തന്നെ മദ്യം എന്ന് പറയുന്നത് ഏത് ലിസ്റ്റിൽ പെടുന്നതാണ്, യൂണിയൻ ആണോ സ്റ്റേറ്റ് ആണോ കൺകറന്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്, അത് സ്റ്റേറ്റ് ലിസ്റ്റ് ആണ് അല്ലേ. അപ്പൊ മദ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിന്റെ വരുമാനമൊക്കെ കിട്ടുന്നത് ആർക്കാണ്, സ്റ്റേറ്റിനാണ് അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതെന്താണ്, ഒരു സ്റ്റേറ്റ് സബ്ജക്റ്റ് ആണ്. അപ്പൊ ചോദിക്കാം മദ്യം ഏതിലാണ് ഉൾപ്പെട്ടിട്ടുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ 7ാം പട്ടിക അല്ലെ. 7ാം പട്ടിക എന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്, ലിസ്റ്റുകളെ കുറിച്ചിട്ടാണ് പറയുന്നത് അല്ലെ. അപ്പൊ ഭരണഘടനയിലെ 7ാം പട്ടിക എന്ന് പറയുന്നത് എന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്, ലിസ്റ്റുകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ആ ലിസ്റ്റിലെ സ്റ്റേറ്റ് ലിസ്റ്റ് അല്ലെങ്കിൽ യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് എന്നീ 3 ലിസ്റ്റിലെ സ്റ്റേറ്റ് ലിസ്റ്റിലാണ് മദ്യം എന്നൊരു ടോപ്പിക് അല്ലെങ്കിൽ ആ ഒരു വിഷയം ഉൾപ്പെടുന്നത്. അപ്പൊ അതും കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കട്ടോ. അപ്പൊ ഇത് രണ്ടും ചോദിച്ചിട്ടുള്ളതാണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഇവിടെ ആഡ് ചെയ്ത് പഠിപ്പിച്ചിട്ടുള്ളത്.
ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ഭാഗത്തു നിന്നുള്ള ഈ ഒരു 6ാമത്തെ മൊഡ്യൂളിൽ നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളത്. വലിയ പാടുള്ളൊരു ഭാഗമൊന്നുമല്ല, കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു മാർക്ക് വളരെ ഈസി ആയിട്ട് നേടാൻ പറ്റുന്ന ഒരു ഭാഗം കൂടിയാണ്. അപ്പോൾ നന്നായിട്ട് കൃത്യമായിട്ട് പഠിക്കുക. അപ്പോൾ ഇതോട് കൂടിയിട്ട് നമ്മുടെ ഒരു 6ാമത്തെ മൊഡ്യൂളോട് കൂടിയിട്ട് ഈ ഒരു സ്പെഷ്യൽ ടോപ്പിക് എന്നൊരു സെക്ഷൻ ഇവിടെ തീരുകയാണ്. പിന്നെയുള്ള ക്ലാസ്സുകളിൽ നമുക്ക് ഒരു IT കൂടി ഉണ്ട്. അപ്പോൾ അതും കൂടി കഴിഞ്ഞാൽ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓരോ മൊഡ്യൂൾ വൈസായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, ഇനിയുള്ള പരീക്ഷ ആവുന്നത് വരെ നമുക്ക് എന്ത് ചെയ്യാം, മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാം. നമ്മൾ എത്രത്തോളം പഠിച്ചു എന്നതിലല്ല, അതൊക്കെ നമുക്കത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതിലാണ് കാര്യം ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഓരോ മൊഡ്യൂളും റിവൈസിൽ പഠിച്ചു വന്നോളാം. നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് മാക്സിമം വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്തൊരു ക്ലാസ്സുമായിട്ട് കാണുന്നവരെ താങ്ക് യു.